ലാൽകുമാർ, ഇപ്പോൾ രണ്ട് നേതാക്കളും പറഞ്ഞത് വെച്ചുകൂടി ലോജിക്കലായി കൂടി വിഷയത്തെ സമീപിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം നഗരത്തെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ലാൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. ഈ പറഞ്ഞതുപോലെ പാളയം മാർക്കറ്റിൻ്റെ ഇടതുഭാഗത്ത് തന്നെയാണ് ഈ പറഞ്ഞ കരിക്കിൻ്റെ കച്ചവടവും ഒക്കെ ഉള്ളത്. വലതുഭാഗം എന്ന് പറയുന്നത് പാളയം പള്ളിയും പാളയം മുസ്ലിം പള്ളി മുതൽ അങ്ങോട്ടുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതേക്കുറിച്ചൊക്കെയാണ് നേരത്തെ ശിവപ്രസാദ് പറഞ്ഞത്. ഇവിടിപ്പോൾ അപ്പുറത്ത് ബേസിലും സംസാരിച്ചിട്ടുണ്ട്. ഇതിലൊരു കാര്യം യുക്തിസഹമായി ആലോചിച്ചാൽ അവിടെ നിന്ന് ഏറെ ദൂരെയാണ് കേരള യൂണിവേഴ്സിറ്റി, അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയല്ല ഈ സംഭവങ്ങളൊന്നും ഉണ്ടായത് എന്നതുകൂടി കാണണം. അവിടെ നിന്ന് SFIയുടെ പ്രകടനം ഈ പാളയത്തേക്ക് വരുമ്പോൾ പാളയം മാർക്കറ്റിൻ്റെ ഭാഗത്ത് വെച്ചാണ് അതിന് നേരെ കല്ലേറുണ്ടായത് എന്നുള്ളതാണ് ഗൗരവമായ ആക്ഷേപം. അതിനോട് പോലീസ് ശരിയാം വിധം ഇടപെട്ടില്ല. കല്ലെറിഞ്ഞവരെയല്ല തടഞ്ഞത്, തുരത്തി ഓടിച്ചത്, പകരം കല്ലേറ് കൊണ്ടവർക്ക് നേരെ ലാത്തിച്ചാർജും ജലപീരങ്കിയും എന്നൊരവസ്ഥ അവിടെ SFIക്കാർക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിൽ KSUവിൻ്റേതായിട്ടുള്ളൊരു വെർഷൻ ഇവിടെ അവതരിപ്പിക്കുകയും വെച്ചിട്ടുണ്ട്. നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞല്ലേ, ലോജിക്കലി ലാലിന് ഇപ്പോൾ തോന്നുന്നത് എന്താണ് ഇത് കേട്ടിട്ട്? അല്ല, എനിക്കതിനകത്തൊരു പ്രശ്നമുണ്ട്. കാര്യം ആ പ്രശ്നം, ഒന്നാമത്തെ കാര്യം ശിവപ്രസാദ് പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒരിടത്ത് കിടക്കുന്നു, പാളയം വേറെടുത്ത് കിടക്കുന്നു. ഹാജിയലിയുടെ മുന്നിലുള്ളത് ഈ പറയുന്ന വലിയ കോൺക്രീറ്റ് സ്ലാബ് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ എപ്പോഴും പൊക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പം അതല്ല, എനിക്ക് സംശയമുണ്ട് ആ ടെറൈനെ കുറിച്ച് ബേസിലിന് അറിയാമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആ കാര്യത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പം ശിവപ്രസാദ് പറഞ്ഞ അനുസരിച്ച് ഈ സമരത്തിന് പാളയം മാർക്കറ്റിനോട് അടുത്താണ് KSUക്കാർ നിന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പുറത്ത് ഹാജിയലിയോട് അടുത്താണ് ഇവർ നിന്നതെന്ന് പറയുന്നു. പാളയം മാർക്കറ്റിനകത്താണ് കയറി ഒളിക്കാൻ എളുപ്പം ആൾക്കാർക്ക്. അതാണ് അടുത്ത പ്രശ്നം. ശരത്തേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യം, ഏതേലും രീതിയിൽ ഒരു മോശപ്രവർത്തനം നടത്താൻ ആഗ്രഹമുള്ള ആൾക്ക് നിൽക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് അപ്പുറത്തെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവിടെയും അല്ലെങ്കിൽ ഈ പറയുന്ന പാളയം മാർക്കറ്റിന്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അകത്തോട്ട് കയറി പോകാനുള്ള സൗകര്യം അവിടെ ഉള്ളൂ. ഇപ്പുറത്ത് അകത്തോട്ട് കയറി പോകാനുള്ള സൗകര്യം ഇല്ല. ആലോചിച്ചാൽ മതി, ടെക്നിക്കലി ആലോചിച്ചാൽ മതി. ആ ജോഗ്രഫി വെച്ചാ പറഞ്ഞത്. ഞാൻ കേൾക്കുന്ന ആൾക്കാർക്ക് എന്നെ മനസ്സിലാകാൻ സാധ്യതയില്ല. തിരുവനന്തപുരം അറിയാവുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. കാര്യം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ശിവപ്രസാദ് പറഞ്ഞ് നിന്ന സ്ഥലത്താണ് KSU നിന്നെങ്കിൽ അവർക്ക് മാത്രമേ ഒളിക്കാൻ പറ്റൂ. ഇപ്പുറത്തേക്ക് ആജിലയുടെ നിൽക്കുന്നവൻ എങ്ങോട്ട് ഒളിക്കും? ഒരിടത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പം അത് വളരെ ക്ലിയർ ആണ്, അദ്ദേഹം പറഞ്ഞ വളരെ ക്ലിയർ ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എവിടുന്ന് കല്ലേറ് വന്നു, എങ്ങനെ പോയി എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ പരിശോധിക്കപ്പെടട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പോലീസ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, പോലീസ് തലയ്ക്ക് അടിക്കുന്ന ഒരു സീൻ ഞാൻ കണ്ടു. തലയ്ക്ക് എന്നാണ് ലാത്തി ചാർജിൽ നമ്മൾ തലയിലേക്കൊക്കെ അടി, അബദ്ധത്തിൽ തലയ്ക്ക് അടി കൊണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ലാത്തി ചാർജിന്റെ ഇടയ്ക്ക് തലയ്ക്ക് ഒരു അടി കൊണ്ടു, രണ്ടുപേർ അടിക്കാൻ വരുമ്പോൾ തലയ്ക്ക് അടി കൊണ്ടു. ഇന്നത്തെ വിഷ്വലിനകത്ത് തലയ്ക്ക് നേരിട്ട് അടിക്കുകയാണ്. ലാത്തി ചാർജ് ചെയ്യുമ്പോൾ എന്താ ഇവർക്കുള്ള പ്രോട്ടോകോള്? ശിവപ്രസാദിന് പരിക്കേറ്റത് ലാൽ അങ്ങനെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് നേരെ ലാത്തി കൊണ്ട് അടി വന്ന സമയത്തോ അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് രണ്ട് കൈക്കും പൊട്ടലുണ്ടാകുന്നത്, രണ്ട് കൈക്കും ഫ്രാക്ചർ ഉണ്ടാകുന്നത് അവിടെയാണ്. നേരത്തെ ശിവപ്രസാദ് പറഞ്ഞത് കൂടി ഓർക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നോക്കൂ, ഞാൻ പറഞ്ഞാൽ സമരം നടക്കും. ഇനിയും കേരളത്തിൽ KSU SFI തർക്കങ്ങൾ നടക്കും. ഈ പറയുന്ന റോഡിൽ സമരം നടക്കും. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ സർക്കാരിന്റെ കാലത്തും നടക്കും, കഴിഞ്ഞ സർക്കാരും നടത്തിയിട്ടുണ്ട്, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴും നമ്മൾ ജനാധിപത്യപരമായി ഇതിനെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ആകണം എന്ന് പറയുമ്പോൾ പോലും സമരവും കയ്യാങ്കളിയും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മളതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരും ന്യായീകരിച്ചിട്ടില്ലെങ്കിലും സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. പക്ഷേ അതിനകത്തെ പോലീസിന്റെ റോൾ, അതിനെ പോലീസിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഈ പറയുന്ന അധികാര മാറ്റം വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഉണ്ടല്ലോ, അത് ആൾക്കാർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ലീഗ് പ്രവർത്തനം ഒരു CPM ആളെ ഒരു ബാർബർ ഷോപ്പിൽ വെച്ച് അടിക്കുന്നുണ്ട്, പിടിച്ചു നിർത്തി ഇടിക്കുവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് തുടർന്നു കഴിഞ്ഞാൽ ഇത് കുഴപ്പം. റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് കുറച്ചുനാൾ മാത്രമേ നമ്മൾ കൈയും കെട്ടിയ ആൾക്കാർ നോക്കി നിൽക്കൂ. ഞാൻ പറഞ്ഞ ഈ പറയുന്ന നിയമപരമായി മുന്നോട്ട് നീങ്ങും. സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ആ പ്രൈവറ്റ് ഡിഫൻസിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞാൽ ഒരു സംഘർഷം, ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോലീസ് ഇടപെടുന്നു, പോലീസ് മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്നവർ നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ സമരം ചെയ്യുന്നതും ആ സമരം ജാഥ പോകുന്നതും ഒക്കെ വഷളാക്കാനായിട്ടുള്ള ശ്രമം പോലീസ് നടത്താൻ പാടില്ല. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിനകത്ത് ഇടപെടണമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ഇടപെട്ടിട്ടില്ല എങ്കിൽ, അദ്ദേഹം കർത്തവ്യം അദ്ദേഹത്തിന്റെ കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട്
വിദ്യാർത്ഥി സമൂഹത്തിനാണ്, അത് SFIക്ക് മാത്രമൊന്നുമല്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയും വരാൻ പോകുന്ന കാലം അത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവുമായിട്ട് ചേർത്ത് വെച്ച് ഒരു ലാർജർ ക്യാൻവാസിലേക്ക് ഞാനത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. SFIയുടെ സമരം മോഹനം കുന്നുമേൽക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന RSS വൽക്കരണത്തിനെതിരെ നേരത്തെയും നടന്നിട്ടുണ്ട്. നമ്മൾ ആ ചർച്ചകൾക്കകത്ത് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വരുമ്പോൾ ഞാൻ അങ്ങ് ഒഴിയാറാ പതിവ്. പക്ഷേ അതിനകത്ത് കാര്യം വിദ്യാർത്ഥികൾ തന്നെ പറയട്ടെ എന്നൊരു അഭിപ്രായം ഞാൻ അതിനകത്ത് വെക്കാറുണ്ട്. പക്ഷേ അവിടെയും കയറി പറഞ്ഞിട്ടുള്ളൊരു അവസരം, കാര്യം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തിനകത്തേക്ക് ഈ പറയുന്ന ചാൻസലറും വൈസ് ചാൻസലറും ഒക്കെ ഇടപെട്ട് ആ അന്തരീക്ഷം പൂർണ്ണമായി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലേക്ക് പോകുമ്പം ഇത് ഏത് തലത്തിലാകും KSU എടുക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. SFI എങ്ങനെ എടുക്കുന്നത് നമുക്കിനെ കുറിച്ച് അറിയാം. വരുന്ന ദിവസങ്ങളിൽ ഇച്ചിലൂടെ അവർ ടേക്ക് എ സ്ട്രിക്റ്റ് സ്റ്റാൻഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത അത് തുറന്നിട്ടുകൊണ്ടാകാൻ പാടില്ല വിദ്യാർത്ഥി കലാലയങ്ങളിൽ പോകേണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തി.